പിതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെ അധികാരമേറ്റ മൊജ്തബ ഖമനേയി വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കാല് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കോമയിലായിരിക്കുന്നു എന്നുമുള്ള വാർത്തകൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം വരുന്നത്. ഹോർമോസ് കടലിടുക്കിനെ ആയുധമാക്കാനും അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർക്കാനുമാണ് ആഹ്വാനം. ഇറാനെ നിലവിൽ നയിക്കുന്നത് ഗോസ്റ്റ് അയത്തുള്ള അഥവാ അദൃശ്യനായ നേതാവാണ് എന്ന ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ IRGC നിയന്ത്രണത്തിലുള്ള രാജ്യം അനിശ്ചിതകാല യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. 56-കാരനായ മൊജ്തബ ഖമനേയിയുടേത് അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള പ്രസ്താവന ഇന്നലെ ഉച്ചകഴിഞ്ഞ് സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർത്താ അവതാരകൻ വായിക്കുകയായിരുന്നു. അദ്ദേഹം നേരിട്ട് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം വീട്ടുന്നതിൽ നിന്ന് ഇറാൻ പിന്നോട്ടു പോകില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 28-ന് വധിക്കപ്പെട്ട തന്റെ പിതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് പിന്നാലെ അധികാരമേറ്റെടുത്ത മൊജ്തബ ഖമനേയി അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളുമായി സൗഹൃദം നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ മേഖലയിൽ US സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഇറാൻ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും ഉടനടി അടച്ചുപൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ശത്രുക്കളിൽ നിന്ന് ഇറാൻ നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ആസ്തികൾ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. ആക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ ഇറാൻ പൗരന്മാർക്ക് സാമ്പത്തിക സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. സഖ്യകക്ഷികളോടുള്ള ആഹ്വാനം. മേഖലയിലെ ഇറാന്റെ സഖ്യകക്ഷികളോടുള്ള അതായത് പ്രോക്സീസിനോടുള്ള പ്രസ്താവനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് H ഇറാന്റെ H പ്രോക്സികൾ ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഹൂതികൾ, ഹമാസുകൾ, ഹിസ്ബുള്ളകൾ. ഇറാഖിലെ സായുധ സംഘങ്ങൾ തന്റെ രാജ്യത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും യമനിലെ സംഘങ്ങൾ അവരുടെ ജോലി കൃത്യമായി ചെയ്തെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രസ്താവന പുറത്തു വന്നെങ്കിലും ടെഹ്റാനിലെ ചരിത്ര പ്രസിദ്ധമായ മേഖലയിലുള്ള സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് മൊജ്തബ ഉള്ളതെന്ന സൂചനയുമുണ്ട്. അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്ന ഭാഗം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. പിതാവ് കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിലാണോ മൊജ്തബയ്ക്കും പരിക്കേറ്റതെന്ന കാര്യം വ്യക്തമല്ല. മൊജ്തബ ഖമേനി എവിടെ? ഇറാന്റെ ആരോഗ്യമന്ത്രിയും രാജ്യത്തെ പ്രമുഖ ട്രോമ സർജനുമായ മുഹമ്മദ് റസ സഫർഗണ്ടിയുടെ മേൽനോട്ടത്തിലാണ് പുതിയ പരമോന്നത നേതാവെന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉറവിടം വ്യക്തമാക്കി. 1980-കളിലെ ഇറാഖ് യുദ്ധകാലത്ത് ശസ്ത്രക്രിയകൾ നടത്തി 8 വർഷത്തെ പരിചയസമ്പത്തുള്ള ഡോക്ടറാണ് ഈ സഫർഗണ്ടി. ആ യുദ്ധത്തിൽ രാസായുധ പ്രയോഗത്തിൽ ഇദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. മുൻ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റഫ്സജാനിയുടെ ഭാര്യയുടെ സഹോദരനും ഇസ്ലാമിക് ഭരണകൂടത്തിലെ വിശ്വസ്തനുമായ ഡോക്ടർ മുഹമ്മദ് മറാഷി എന്ന മുതിർന്ന സർജനും മൊജ്തബയെ ചികിത്സിക്കുന്ന സംഘത്തിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. പരിക്കേറ്റ പരമോന്നത നേതാവിനെ നിലവിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ 2 ദിവസം മുൻപ് സന്ദർശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഖമനേയിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രസിഡന്റിന് പൂർണ്ണമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. കാലുകൾ മുറിച്ചുമാറ്റി ലണ്ടനിലുള്ള ഒരു പ്രവാസി വിമതൻ വഴി അയച്ച രഹസ്യ സന്ദേശങ്ങളിലൂടെ ഒരു ഉറവിടം ഇപ്രകാരം വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ 1-2 കാലുകൾ മുറിച്ചുമാറ്റി. കരൾ അല്ലെങ്കിൽ ആമാശയം തകർന്നറിഞ്ഞു. അദ്ദേഹം നിലവിൽ കോമയിലാണെന്ന് തോന്നുന്നു എന്നും പുതിയ പരമോന്നത നേതാവിനെ ആഴ്ചകളായി ആരും കണ്ടിട്ടില്ലെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രാദേശിക കമാൻഡർമാരാണ് നിലവിൽ ഇറാന്റെ ഭരണം നടത്തുന്നത്. ഒരു നേതാവില്ലെങ്കിലും അനിശ്ചിതകാലത്തേക്ക് പോരാട്ടം തുടരാനുള്ള ഉത്തരവ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇറാനിലെ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിനാൽ നേതാവിന്റെ ആരോഗ്യനില സ്ഥിരീകരിക്കുക അസാധ്യമാണ്. എന്നാൽ സ്റ്റേറ്റ് ടെലിവിഷൻ മൊജ്തബയെ ജാൻബാസ് ഓഫ് റംസാൻ അതായത് റംസാനുകളിലെ പരിക്കേറ്റ പോരാളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗോസ്റ്റ് അയത്തുള്ള അഥവാ അദൃശ്യനായ നേതാവാണ് നിലവിൽ ഭരണകൂടത്തെ നയിക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. ഇതിനിടെ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം തുടരുന്നത് എണ്ണ വാതക വില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. പിതാവിനേക്കാൾ അപകടകാരിയാണ് മകനെന്ന ഖ്യാതിയുമുണ്ട്. മൊജ്തബയുടെ മുൻകാല പഠന പങ്കാളിയായിരുന്ന ഒരാൾ വെളിപ്പെടുത്തിയത് പ്രകാരം പുതിയ നേതാവ് തന്റെ പിതാവിനേക്കാൾ അപകടകാരിയാണ്. അദ്ദേഹം ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അഭിനിവേശമുള്ളയാളാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധമുണ്ടായാൽ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ മൊജ്തബ ഭയപ്പെട്ടില്ലെന്നും പ്രദേശം മുഴുവൻ നിയന്ത്രിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്നും നാടുകടത്തപ്പെട്ട ഉദ്യോഗസ്ഥനായ ജാബർ രജ്ബി വെളിപ്പെടുത്തി. 2021 മുതൽ UAE-യിൽ പ്രവാസ ജീവിതം നയിക്കുന്ന രജ്ബി ഇറാനിലെ ഖുമിലുള്ള പ്രശസ്തമായ മതപാഠശാലയിൽ മൊജ്തബ ഖമനേയിയോടൊപ്പം പഠിച്ചയാളാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് തന്റെ പിതാവിനേക്കാൾ ക്രൂരനാണെന്നും വലിയൊരു നുണയാണെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്.
അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ അൽ ഖുദ്സ് പിടിച്ചെടുക്കുമെന്ന് മുസ്തബ അവകാശപ്പെട്ടില്ല. പെട്ടെന്ന് ദേഷ്യം വരികയും അത് പുറത്തു കാണിക്കുക ചെയ്യുമെന്നും തന്റെ പിതാവിൽ നിന്ന് വ്യത്യസ്തനാണ് അദ്ദേഹമെന്നും പറയുന്നു. കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ നുണകൾ പറയണമെന്നും മുസ്തബയ്ക്ക് നന്നായി അറിയാം. രജ്ബി ജെറുസലേം പോസ്റ്റിനോടാണ് ഇക്കാര്യം പ്രതികരിച്ചത്. ലോകാവസാനത്തിന് അഭിനിവേശം. ഇറാനിലെ ഇസ്ലാമിക് സ്കോളർഷിപ്പിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ ഖും സെമിനാരിയിൽ മുസ്തബയോടൊപ്പം പഠിച്ചിരുന്ന കാലത്തെക്കുറിച്ച് രജ്ബി വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അതീവ താല്പര്യമുള്ളയാളായിരുന്നു. ആ പാതയിലേക്ക് മനുഷ്യരാശിയെ എത്തിക്കുന്നതിൽ തനിക്ക് പ്രത്യേക പങ്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഷിയ ഇസ്ലാമിലെ ഏറ്റവും വലിയ വിഭാഗമായ ഈ 12 ഷിയ വിശ്വാസമനുസരിച്ച് ഇതാണ് ഖുമ്മിൽ ഖമേനിയും പഠിച്ചത്. പറഞ്ഞിരിക്കുന്ന 12ാമത്തെ ഇമാമായ മുഹമ്മദ് അൽ മഹദി ലോകാവസാന സമയത്ത് മടങ്ങിവരുമെന്നും ലോകത്ത് അനീതി തുടച്ചു നീക്കി നീതി സ്ഥാപിക്കുമെന്നുമാണ് കരുതപ്പെടുന്നത്. പാശ്ചാത്യ ശക്തികളുമായുള്ള വലിയ ഏറ്റുമുട്ടലായി വ്യാഖ്യാനിക്കപ്പെടുന്ന മൽഹമ അൽ കുബ്ര ഉൾപ്പെടെയുള്ള വലിയ യുദ്ധങ്ങൾ ലോകാവസാനത്തിന് മുൻപ് നടക്കുമെന്ന് ഇസ്ലാമിക വിശ്വാസികൾ വിവരിക്കുന്നുണ്ട്. രജബി പറയുന്നു, ഖമേനി തന്റെ മതപഠനകാലത്ത് ആണവ വിഷയത്തെക്കുറിച്ചും സൈന്യത്തെക്കുറിച്ചും സംസാരിച്ചത് താൻ ഓർക്കുന്നു. വ്യോമ ആക്രമണങ്ങൾ മുസ്തബയുടെ ലക്ഷ്യങ്ങളെ ബാധിക്കില്ല. തങ്ങളുടെ ഭരണകൂടത്തെയും മേഖലയിലെ ആധിപത്യത്തെയും സംരക്ഷിക്കാൻ അവർക്ക് ആണവായുധം ആവശ്യമാണ്. മുസ്തബയ്ക്ക് മനുഷ്യ ജീവനോട് യാതൊരു ബഹുമാനവുമില്ല എന്ന് കൂട്ടിച്ചേർത്ത രജബി ഇപ്രകാരം പറഞ്ഞു. സ്വന്തം നാട്ടുകാരായ 13,000 പേരെ കൊലപ്പെടുത്താൻ മടിയില്ലാത്ത ഒരാൾക്ക് ടെലവീവിലെ 1,00,000 പേരെ കൊല്ലുന്നതിലുള്ള പ്രശ്നമുണ്ടാകില്ല. സ്വന്തം ജനതയുടെ ജീവൻ വിലമതിക്കാത്തവർ എന്തിനാ മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ച് ആകുലപ്പെടണം? പരിക്ക് ഗുരുതരമോ? ഇതിനിടെ പുതിയ പരമോന്നത നേതാവായ 56-കാരൻ മുസ്തബ ഖമനേയി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ കോമയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച അധികാരമേറ്റെടുത്ത ശേഷം ഇദ്ദേഹത്തെ പൊതുവേദികളിൽ കണ്ടിട്ടില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസം ടെഹ്റാനിലെ പിതാവിന്റെ കൊട്ടാരത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മുസ്തബയ്ക്കും പരിക്കേറ്റതായി കരുതപ്പെടുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്നും ബോംബാക്രമണത്തിൽ പരിക്കേറ്റുവെന്നും സൈപ്രസിലെ ഇറാൻ അംബാസിഡർ അലി റസ സലാരിയൻ ദി ഗാർഡിയനോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കൈകാലുകൾക്ക് പരിക്കേറ്റതായാണ് താൻ കേട്ടതെന്നും അതിനാൽ അദ്ദേഹം ആശുപത്രിയിലാണെന്നും അംബാസിഡർ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണ്ണിൽ പെടാതിരിക്കാനാണ് മുസ്തബ വിട്ടുനിൽക്കുന്നത് എന്നും പ്രസംഗം നടത്താൻ കഴിയുന്ന സാഹചര്യത്തിലല്ല അദ്ദേഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അദ്ദേഹം സുരക്ഷിതമായ ഒരിടത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും ബോധാവസ്ഥയിൽ തന്നെയാണ് എന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു.